എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ആളില്ല എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഇവിടെ ഒരുപാട് ആളുകൾ. പക്ഷെ യഥാർത്ഥത്തിലുള്ള ആദർശ സംരക്ഷണമല്ല നടക്കുന്നതെന്ന് മാത്രം. പലപ്പോഴും ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആളുകളുടെ ഒച്ചപ്പാടുകൾ കേൾക്കുമ്പോൾ മറ്റൊരു തമാശ ഓർമ്മ വരാറുണ്ട്. ഒരു അങ്ങാടിയിലെ ഒരു 4 കൂടിയ സ്ഥലത്ത് വെച്ച് ഒരാളെ മറ്റൊരാളിങ്ങനെ അടിക്കണം, മുഖത്തിനാണ് അടിക്കുന്നത്. അപ്പൊ മുഖത്തടിച്ചു. ആ സമയത്ത് ഇയാളുടെ മകൻ അഥവാ ഇയാളുടെ ജ്യേഷ്ഠന്റെ മകൻ രംഗത്ത് വന്നു. എന്നിട്ട് ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത്. ഇയാൾ മുഖത്തടി കിട്ടി ആ പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത് ഇതാ മകൻ വന്നിട്ട് പറയുന്നു ഈ അക്രമിയോട്, എളാപ്പാനെ ഇനിയൊന്ന് അടിച്ചു നോക്ക അപ്പ കാണാനാ, എന്റെ എളാപ്പാനെ ഇനിയൊന്ന് തച്ചു നോക്ക അപ്പ കാണാം. അപ്പൊ ഉടനെ തന്നെ കൂടുതൽ ശക്തിയോടുകൂടി, നേരത്തെ വലതേ മുഖത്താണെങ്കിൽ ഇപ്പോൾ ഇടതേ മുഖത്ത്. അപ്പോഴോ നമ്മുടെ ഈ കക്ഷി അതിനേക്കാൾ ശക്തിയോടുകൂടി വെല്ലുവിളിക്കാണ്, എളാപ്പനെ ഇനിയൊന്ന് തച്ചു നോക്ക അപ്പ നിനക്ക് കാണാം. അപ്പൊ വീണ്ടും കിട്ടിയ എളാപ്പ കടി. അപ്പോഴോ ഇയാൾ കൂടുതൽ ശക്തിയോടുകൂടി ഇനിയും വെല്ലുവിളിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ എളാപ്പ പറയാണ് മോനോട്, മകന് ഒന്ന് മിണ്ടാതിരുന്നാൽ എളാപ്പക്ക് കിട്ടുന്ന അടിന്റെ എണ്ണത്തിന് കുറവുണ്ടാവും. ഏകദേശം ഇസ്ലാമിനെ സംരക്ഷിക്കാൻ എന്ന രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾ, സംസാരിക്കാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇസ്ലാമിനെ ഭീകരമായി ചിത്രീകരിക്കുവാൻ വേണ്ടിയുള്ള തെളിവുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ ആദർശത്തിന്റെ വക്താക്കളായി അറിയപ്പെടുകയും ഈ ആദർശത്വവുമായി രംഗത്ത് വരുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഈ ഒരു പരിണാമഗുപ്തിയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ വെറുതെ ഇസ്ലാം ഭീകരവാദമാണ് എന്ന് ജനം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആ തെറ്റുകാരനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. മീഡിയ കാരണമാണ്, പാശ്ചാത്യൻ കടന്നുകയറ്റം കാരണമാണ്, ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ആ കാരണങ്ങൾ മാത്രം എണ്ണി പറഞ്ഞാൽ പോരാ, നമ്മൾ നമ്മളിലേക്ക് നോക്കണം. നമ്മുടെ തകരാറുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ നമ്മൾ സന്നദ്ധമാകണ്ടേ? നിങ്ങൾ ആലോചിച്ചൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ശുദ്ധമായ ആത്മീയത അത് ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുവാൻ സന്നദ്ധരായിരുന്ന സമയത്ത് ഇസ്സത്തുണ്ടായിരുന്ന ഈ സമുദായത്തിന് പണമുണ്ടായിട്ടല്ല, അധികാരമുണ്ടായിട്ടല്ല, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയുധ കൂമ്പാരങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പരിശുദ്ധ ഖുർആൻ വിളിച്ചല്ലോ നമ്മെ നോക്കിയിട്ടാ ഖുർആൻ പറഞ്ഞത്, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ. നമ്മളിങ്ങനെ നോക്കാപ്പ സ്വയം, നമ്മളോ ഞങ്ങളല്ല കേട്ടോ, അല്ലേ? നിങ്ങളാണ് ഉത്തമ സമുദായം, മനുഷ്യർക്ക് വേണ്ടി, മുഴുവൻ മാനവ സമുദായത്തിന് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട. ഖുർആനാ പറഞ്ഞത്, പടച്ചോന്റെ സർട്ടിഫിക്കറ്റാ. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 110-ാമത്തെ വചനം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. പടച്ചോൻ സർട്ടിഫൈ ചെയ്തു തരാ, നിങ്ങളാണ് ഉത്തമ സമുദായം. നിങ്ങൾ ഉത്തമ സമുദായം എന്ന് മാത്രമല്ല, മനുഷ്യർക്ക്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഉയർപ്പിക്കപ്പെട്ടവരാ നിങ്ങൾ. അപ്പോ സമുദായമോ സ്വയം നോക്കിയിട്ട് പറയുന്നു, അല്ല ഞങ്ങൾ ഉത്തമ സമുദായമല്ല, ഞങ്ങൾ അധർമ്മന്മാർ, ഞങ്ങൾ പിന്നോക്കക്കാർ, ഞങ്ങൾ കൊള്ളരുതാത്തവർ, ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നവർ, ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും പിന്നോക്കക്കാർ, ഞങ്ങൾ ആരും നോക്കല്ലേ. കാരണം ഞങ്ങളിൽ യാതൊരു മാതൃകയുമില്ല. ഈ രൂപത്തിലായി മാറുവാൻ കാരണമെന്ത്? കാരണം മറ്റൊന്നുമല്ല, എന്താണോ നമ്മൾ ഉത്തമ സമുദായമാക്കുന്നത് ആ പണി നമ്മൾ നിർത്തിവെച്ചു. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് പറഞ്ഞ് നിർത്തിയില്ല ഖുർആൻ. പിന്നെ പടച്ചോൻ പറഞ്ഞ എന്താ? നിങ്ങൾ ഉത്തമ സമുദായമാകണോ, ഈ പണി നിങ്ങൾ ചെയ്യണം. എന്താ? തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ സദാചാരം കൽപ്പിക്കണം, ദുരാചാരത്തിൽ നിന്ന് തടയണം, അതേപോലെ തന്നെ അല്ലാഹുവിനെ വിശ്വസിക്കണം. സദാചാരത്തിൽ നിന്ന് സദാചാരത്തിലേക്ക് ക്ഷണിക്കേണ്ടവർ, മഅറൂഫിലേക്ക് ക്ഷണിക്കേണ്ടവർ, മുൻകർ തടയേണ്ടവർ, അല്ലെ? ലോകത്തിന്റെ മുന്നിൽ എന്താണ് സദാചാരം എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടവർ. പരിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞത് സഹാബത്തിനെ കുറിച്ചാണ്. ഒന്നാമതായി, ആ സഹാബിമാരാരാ നമ്മൾ പരിശോധിക്കണ്ടേ, പഠിക്കണ്ടേ? സഹാബിമാരാരാ? അവരുടെ തിളങ്ങുന്ന കുപ്പായമാണോ അവരെ ലോകത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ധാർമ്മികതയുടെ ആദർശം പഠിപ്പിച്ചപ്പോ അവരിലേക്ക് ആളുകൾ ആകർഷിച്ചത്? അവരുടെ കീശയിലെ കുലുങ്ങുന്ന പണമാണോ? അവരുടെ കൈകളിലെ ഭീകരമായ ആയുധങ്ങളാണോ? ഒന്നുമല്ല. മറിച്ച് അവരുടെ വിശ്വാസമായിരുന്നു, അവരുടെ കർമ്മമായിരുന്നു, അവരുടെ ജീവിതമായിരുന്നു. അവർ ലോകത്തിന്റെ മുന്നിൽ വെച്ച ആദർശത്തിന്റെ മഹിമയെക്കുറിച്ചുള്ള ബോധ്യമായിരുന്നു.
നമുക്ക് ഈ ആദർശത്തിന്റെ മഹിമയെക്കുറിച്ച് ബോധ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ഇസ്ലാമികമായ കലാലയത്തിൽ ഇതേപോലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോഴേ, ഇസ്ലാമിക കലാലയം മുസ്ലിം പണ്ഡിതന്മാരെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന കല, നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിങ്ങളായിരുന്നു ചോദിച്ചു. നമ്മൾ ഓരോരുത്തരും പറയും എന്തുകൊണ്ട് മുസ്ലിങ്ങൾ. അതിൽ വളരെ ചെറിയൊരു ശതമാനം ഇസ്ലാം പഠിച്ച് ഇസ്ലാം സ്വീകരിച്ച ഒരു ശതമാനവും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ പഠിച്ച് ബോധ്യപ്പെട്ട ഒരു ശതമാനത്തിനും ഒഴിച്ച് 98-99% പറയാനുണ്ടായിരുന്ന ഉത്തരം ഞങ്ങളുടെ മാതാപിതാക്കൾ മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ. അതിനല്ല നമ്മളുടെ എല്ലാവരുടെയും ഉത്തരം. നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ സ്വയം ചോദിക്കുക, അങ്ങനെയുള്ള നമുക്ക് എങ്ങനെയാണ് ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാമികമായ ആദർശം പഠിപ്പിക്കാൻ കഴിയുക? ഈ രൂപത്തിലുള്ള അധപ്പതനത്തിന് വിധേയമാക്കപ്പെടുകയാണ്. അപ്പോഴാണ് സാമൂഹ്യ സംസ്കരണ സംരംഭങ്ങൾ ഉണ്ടാവുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായ മഹത്തായ സാമൂഹ്യ സംസ്കരണ സംരംഭങ്ങളുണ്ട്. മഹാപണ്ഡിതന്മാർ, ആ മഹാപണ്ഡിതന്മാരുടെ പഠനങ്ങളോ മഹാപണ്ഡിതന്മാരുടെ ദൗത്യമോ മഹാപണ്ഡിതന്മാരുടെ സംഭാവനയോ വേണ്ട രൂപത്തിൽ ശരിക്ക് വിലയിരുത്തപ്പെട്ടിട്ടില്ല.